പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വേക്കബി. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇൻ്റലിജൻസ്, ദണ്ഡവിമോചനത്തെക്കുറിച്ചുള്ള 7 മിത്സ് ആണ്, അല്ലെങ്കിൽ 7 തെറ്റിദ്ധാരണകളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in chalice, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഈ 7 തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മിത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ടൈം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഭാഗവും നിങ്ങൾക്ക് ലഭിക്കും. സോ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ വളരെ ബ്രീഫായിട്ട് എന്താണ് ദണ്ഡവിമോചനം എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ചുരുങ്ങിയ വാക്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്നു. എപ്പോഴും കുമ്പസാരിക്കുമ്പോൾ സഭ സജസ്റ്റ് ചെയ്യുന്നത് മാരകപാപങ്ങൾ ആദ്യം പറയണം, പിന്നെ ലഘുപാപങ്ങൾ പറയണമെന്നാണ്. അപ്പോൾ മാരകപാപങ്ങളായിക്കൊള്ളട്ടെ ലഘുപാപങ്ങളായിക്കൊള്ളട്ടെ, നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞ ശേഷം അച്ഛൻ പറയുന്നു, നിങ്ങൾ ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുക, അല്ലെങ്കിൽ 3 നന്മ നിറഞ്ഞ്, അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ ഒരു കരുണക്കൊന്ത, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാനായിരിക്കും പറയുക. ഇത് പ്രായശ്ചിത്തമായിട്ട് ചെയ്യാൻ വൈദികൻ പറയുന്നുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നരകശിക്ഷയിൽ നിന്നാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്, എറ്റേണൽ പണിഷ്മെൻറ്റിൽ നിന്നും. എന്നാൽ കാലിക ശിക്ഷ അവിടെ തന്നെ കിടപ്പുണ്ട്, ടെമ്പററി പണിഷ്മെൻറ്റ്. ഈ കാലിക ശിക്ഷ നമ്മൾ വീട്ടിയേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കഴിയുന്ന കാലത്തോളം ഈ ഭൂമിയിൽ വെച്ച് നമുക്കിത് വീട്ടാം. അത് വീട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് വീട്ടാം. അപ്പം ബുദ്ധിയുള്ളവൻ ഈ ഭൂമിയിൽ വെച്ച് വീട്ടാനേ ശ്രമിക്കുകയുള്ളൂ. അത് ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ എപ്പിസോഡ്സിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ശുദ്ധീകരണ സ്ഥലം എങ്ങനെയുള്ളൊരു സ്ഥലമാണ് എന്നുള്ളത്. ദൈവം ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ അവിടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ടെമ്പററി പണിഷ്മെൻറ്റ്, നമ്മൾ കുമ്പസാരത്തിൽ കുമ്പസാരിച്ച ഓരോ പാപങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള ഓരോ പാപങ്ങൾക്കും ഒരു കാലിക ശിക്ഷയുണ്ട്, ഒരു ടെമ്പററി പണിഷ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് വീട്ടണം. അതിന് സഭ സജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈശോയും മാതാവൊക്കെ പറയുന്ന 2-3 വഴികളാണ്. ഒന്ന്, നമ്മൾ നമ്മുടെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് അത് ഈശോയ്ക്ക് ഓഫർ ചെയ്യുക. ഈശോയെ, ഈ സഹനം ഞാൻ എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ഓഫർ ചെയ്യുന്നു. രണ്ടാമത്തത് പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും, നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാവങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മളത് ചെയ്യുന്നു. മൂന്നാമത്തെ ഓപ്ഷനാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഇത് 3ഉം ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ എപ്പോഴൊക്കെ സുഖിച്ച് നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ടും പാപങ്ങൾ ചെയ്തോ, ഉപേക്ഷയാലോ പ്രവൃത്തിയാലോ വാക്കാലോ എന്തോ ആയിക്കൊള്ളട്ടെ, ഏതൊക്കെ പാപങ്ങളുണ്ടോ അതിനെല്ലാം ഒരു നിശ്ചിത കാലം നമ്മൾ ഭൂമിയിൽ വെച്ച് പരിഹാരം ചെയ്തില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ പരിഹാരം ചെയ്യണം എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം, അതായത് സഹനങ്ങൾ. നമുക്കറിയാം നമ്മൾ എത്ര പേര് സഹനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അൽഫോൺസമ്മ സഹിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് കേരളത്തിലെ പല വീട്ടമ്മമാരും സഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും വിശുദ്ധരായിട്ടില്ല. അതിൻ്റെ കാരണം അവർ സമർപ്പിക്കുന്നില്ല. ഇതിങ്ങനെ വേസ്റ്റായി പോവാണ് ഈ കണ്ണുനീര്. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ സഹനങ്ങൾ പെറുപെറുപ്പോടുകൂടെയാണോ, അല്ലെങ്കിൽ ക്ഷമയോടുകൂടെ സഹിച്ചിട്ടാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. സോ ആ ആദ്യത്തെ ഓപ്ഷൻ, സഹനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത പാപങ്ങളുടെ കടം തീർക്കുക എന്നുള്ളത് അവിടെ ഒരു പൂർണ്ണമാകാതെ വരുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തത് പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും. ഇവിടെ പ്രാർത്ഥന തന്നെ നടക്കുന്നില്ല. ഈശോയ്ക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. പ്രാർത്ഥന പോലും ഇല്ലാതെ, പ്രാർത്ഥന പ്രായശ്ചിത്തം പരിഹാരം, ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. പ്രാർത്ഥന പോലും ഇല്ലാത്തവർക്ക് എങ്ങനെ പ്രായശ്ചിത്തവും പരിഹാരം ചെയ്യാൻ പറ്റും? എന്നെ ഉൾപ്പെടെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ ചരളിൻ്റെ മുകളിൽ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കും? പിന്നെ നമ്മൾ എങ്ങനെ മുട്ടിലിഴയും? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഉപവസിക്കും? അപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയം കണ്ടെത്താൻ പറ്റാത്ത നമ്മൾക്ക്
പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. നോമ്പ് കാലത്ത് പോലും നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ചിക്കൻ കൂട്ടണ്ട, ചിക്കൻ ചാറ് കൂട്ടിക്കോട്ടെ, മീൻ കൂട്ടുന്നില്ല എന്നാൽ മീനിൻ്റെ ചാറ് കൂട്ടിക്കോട്ടെ എന്നുള്ളത്. അതായത് അത്ര പോലും നമുക്ക് പറ്റുന്നില്ല. എന്നെ ഉൾപ്പെടെയാണ് ഇത് പറയുന്നത് കേട്ടോ. പിന്നെയാണ് മൂന്നാമത്തെ ഓപ്ഷൻ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദണ്ഡവിമോചനത്തിൽ വരുന്നതിന് മുൻപ് ഈ പാപകടങ്ങളുടെ ആ ഒരു തീവ്രത മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഈ പറയുന്ന സഹനവും പ്രായശ്ചിത്ത പ്രവൃത്തികളും ദണ്ഡവിമോചനവും എന്തിന് സ്വീകരിക്കണം എന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഒരു പക്ഷേ സഹായകരമാകും. നമ്മൾ ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുന്നു, വളരെ കെയർലെസ് ആയിട്ട് വണ്ടി ഓടിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ വണ്ടി പോയിട്ട് വേറൊരാളെ വണ്ടിയിൽ ഇടിക്കുന്നു. ആ വണ്ടിയിലൊരു ഫാമിലി ആയിരുന്നു, 4 പേരടങ്ങുന്ന ഒരു കുടുംബം. കാറ് ഇടിഞ്ഞു പൊളിഞ്ഞു, അവർക്ക് പരിക്കുകൾ പറ്റി, ആശുപത്രിയിൽ അഡ്മിറ്റായി. ഞാൻ അവിടെ നിന്ന് ഇവരായിട്ടൊക്കെ സംസാരിച്ച് ഇവർക്ക് ഇൻഷുറൻസൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൈ കൊടുത്ത് പിരിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇത് ഞാൻ കുമ്പസാരിച്ചു എന്ന് വിചാരിച്ചോ? ഞാനിങ്ങനെ എൻ്റെ കെയർലെസ് കാരണം ഞാൻ ഒരു അപകടം ഉണ്ടാക്കി, അത് അവർക്ക് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞ് കുമ്പസാരിച്ചു. പക്ഷേ ഇതിന് ശേഷം ഈ കുടുംബത്തിൻ്റെ ലൈഫ് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചിലപ്പോൾ അത് ടാക്സി വണ്ടിയായിരിക്കാം. ആ വീട്ടുടമ, ആ ഗൃഹനാഥൻ ഈ പറയുന്ന വണ്ടി ഓടിച്ചിട്ടായിരിക്കും കുടുംബം പോറ്റുന്നത്. അദ്ദേഹത്തിന് പിന്നീട് എത്രയോ മാസങ്ങൾ വണ്ടി വർക്ക്ഷോപ്പിലായത് കാരണം വണ്ടി ഓടിക്കാൻ പറ്റിയില്ല. ആശുപത്രി ബില്ല് വേറെ. മക്കൾക്ക് ആ ദിവസങ്ങളിലാണ് ഫീസ് അടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഫീസ് അടക്കാൻ പറ്റിയിട്ടില്ല, കാരണം ജോലിയില്ല. അത് കാരണം മക്കളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, അവരെ സ്കൂളിൽ അപമാനിക്കപ്പെട്ടു. വീട്ടിൽ സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും പലപ്പോഴും പറ്റുന്നില്ല. അത് കാരണം ഭാര്യ പതിയെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇവർ തമ്മിലുള്ള ബന്ധം പതിയെ വഷളാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെ നമ്മുടെ ഒരു പ്രവൃത്തി വരുത്തി വെച്ച ഒരു വിനാശം കണ്ടില്ലേ? ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ്. പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവരുടെ അപ്പനമ്മയും, രോഗിയായിട്ടുള്ള അപ്പനമ്മയ്ക്കും ഇവരുടെ ഒരു ചെറിയ കാശ് കൊണ്ടായിരിക്കാം അവരുടെ മരുന്ന് വാങ്ങിക്കേണ്ടത്. അവരുടെ മരുന്ന് മുടങ്ങിയത് കാരണം അപ്പനമ്മയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെയും വേറെ കാശിന് ബുദ്ധിമുട്ട് വന്നപ്പോഴും അവർ പലിശക്കെടുത്തത് പലിശയുടെ മുകളിൽ പലിശയായി. ഇതിങ്ങനെ പോകുന്നു. ഇത് ഞാൻ ഈ കുടുംബത്തിന് ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് അവരുടെ ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം തീർത്ത് കഴിയുമ്പോൾ ഞാൻ ചെയ്ത ആ പ്രവൃത്തിയുടെ കടങ്ങൾ ഞാൻ തീർത്ത് കഴിഞ്ഞു. അല്ലെങ്കിലോ ആ കുടുംബം അനുഭവിച്ച ഓരോ കണ്ണുനീരിനും ഞാൻ ഇവിടെ വെച്ചോ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചോ വീട്ടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ നമ്മൾ എന്തോരം കടങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളത്. ചിലർക്ക് ലഭിക്കേണ്ട ജോലി നമ്മൾ വളഞ്ഞ വഴിയിൽ കൂടെ ചിലരെ സ്വാധീനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൈക്കലാക്കി. എന്നിട്ട് ആ കുടുംബം നരകിച്ച് ജീവിക്കുന്നു. നമ്മൾ സർക്കാർ ജോലിയും വാങ്ങിയിട്ട് പോകുന്നു. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 3 കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യണം. ആദ്യത്തെ 2 കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾക്ക് പലപ്പോഴും നമ്മൾ അതിൻ്റെ ഫുൾനെസ്സിൽ നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ദണ്ഡവിമോചനം. ഇനിയാണ് നമ്മുടെ ടോപ്പിക്ക്, ദണ്ഡവിമോചനം. ആ വാക്കിൽ തന്നെയുണ്ട് ദണ്ഡനത്തിൽ നിന്നുള്ള മോചനം. ഈശോ വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പ്രകാരം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, 25 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഈശോ പ്രകാരം പറയുന്നു: നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം ബന്ധപ്പെട്ട് കൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടക്കപ്പെടും, ജയിലിൽ അടക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. സോ ദണ്ഡവിമോചനം, ഈ ജയിലിലെ, ഈ തടവറയിലെ, ശുദ്ധീകരണ സ്ഥലമാകുന്ന തടവറയിൽ നിന്നുള്ള മോചനം, ആ ദണ്ഡനത്തിൽ നിന്നുള്ള മോചനമാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. സോ ഈ ദണ്ഡവിമോചനം 2 തരത്തിലുണ്ട്. നിങ്ങൾക്ക് ഭാഗികമായ ദണ്ഡവിമോചനം സ്വീകരിക്കാം, പൂർണ്ണമായ ദണ്ഡവിമോചനവും സ്വീകരിക്കാം. ഭാഗികമായ ദണ്ഡവിമോചനം ആ പേര് അർത്ഥമാക്കുന്നത് പോലെ തന്നെ
ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുള്ള ദണ്ഡനത്തിൻ്റെ പകുതി മാത്രമേ മോചനം ലഭിക്കുകയുള്ളൂ. ഭാഗിക ദണ്ഡവിമോചനം മാത്രം സ്വീകരിച്ച് മരിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് ബാക്കി ഒരു പാർഷ്യൽ ദണ്ഡനം കൂടെ ഏൽക്കേണ്ടി വരും, പീഡനം കൂടെ ഏൽക്കേണ്ടി വരും. എന്നാൽ പൂർണ്ണ ദണ്ഡവിമോചനവും സ്വീകരിച്ച് മരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലോട്ടെത്തും. ഇതാണ് ഭാഗിക ദണ്ഡവിമോചനവും പൂർണ്ണ ദണ്ഡവിമോചനവും തമ്മിലുള്ള വ്യത്യാസം. ഭാഗിക ദണ്ഡവിമോചനം ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും സ്വീകരിക്കാം. പൂർണ്ണ ദണ്ഡവിമോചനം ഒരു ദിവസം ഒരു തവണ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഒഴിവ് കഴിവുണ്ട്, അത് മരണസമയത്താണ്. അതായത് ഇന്ന് ഞാൻ രാവിലെ പോയി ദണ്ഡവിമോചനം സ്വീകരിച്ചു, പക്ഷേ വൈകുന്നേരം ഞാൻ മരണാസന്നനായിട്ട് കിടക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ എനിക്ക് രോഗലേപനം നൽകാൻ വരുമ്പോൾ അച്ഛൻ എനിക്ക് ദണ്ഡവിമോചന പ്രാർത്ഥന എനിക്ക് വേണ്ടി ചൊല്ലി നേടിത്തരാം. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാത്രമാണ് 2 ദണ്ഡവിമോചനം. അല്ലാത്തപ്പോഴും ഒരു ദിവസം ഒരു ദണ്ഡവിമോചനം മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കണമെങ്കിലുള്ള കണ്ടീഷൻസ്: 1, ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് കുമ്പസാരിക്കണം. 2, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. 3, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ ഒരു തൃത്വസ്തുതി ചൊല്ലണം. ഒരു വിശ്വാസ പ്രമാണം കൂടെ ചൊല്ലുകയാണെങ്കിൽ അത്രയും നല്ലത്. 4, അതായത് ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഇതിൻ്റെ ബേസിക് കണ്ടീഷൻസാണ്. പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കേണ്ടതിൻ്റെ ബേസിക് മാനദണ്ഡങ്ങളാണ് ഈ ആദ്യം പറഞ്ഞ 3. 4മത്തേത് ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നത്. അത് ചിലപ്പോൾ എന്തെങ്കിലും പ്രവൃത്തിയായിരിക്കും. ചിലപ്പം വിശുദ്ധവാതിലൂടെ കടന്നാൽ മതി, ഏതെങ്കിലും ബസിലിക്കയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ബിഷപ്പ് അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ മതി, അല്ലെങ്കിൽ സഭ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അനുവദിക്കുന്ന എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ 3 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്താൽ മതി, അല്ലെങ്കിൽ 5 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്താൽ എല്ലാം പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്നത്. ഭാഗിക ദണ്ഡവിമോചനത്തിന് കണ്ടീഷൻസ് ഒന്നുമില്ല. ഈ പറഞ്ഞതുപോലെ കുമ്പസാരിക്കണമെന്ന കണ്ടീഷനില്ല, പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നില്ല, പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. പക്ഷേ മാരകഭാവത്തിലായിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണവും ഭാഗിക ദണ്ഡവിമോചനവും ലഭിക്കണമെങ്കിൽ മാരകഭാവത്തിലായിരിക്കരുത്, ലഭിക്കുകയില്ല. ഇതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണവും ഭാഗികവും. പണ്ട് കാലത്ത് ഭാഗിക ദണ്ഡവിമോചനം ദിവസങ്ങളുടെ കണക്കിലായിരുന്നു പറയുക. ഉത്തിരിയും ചുംബിച്ചാൽ 300 ദിവസത്തെ ദണ്ഡവിമോചനം. അതിനർത്ഥം എന്താണ്? 300 ദിവസത്തെ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ 1000 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട വ്യക്തിയാണ് ഞാനെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ഞാൻ 300 ദിവസത്തെ ദണ്ഡവിമോചനം നേടുമ്പോൾ എനിക്ക് അവിടെ നിന്നും 300 ദിവസം കുറഞ്ഞു കിട്ടുന്നു. ഞാൻ ആ ദിവസം മരിച്ചാൽ എനിക്ക് 700 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ മതി. ഇതാണ് ദിവസത്തിൻ്റെ കണക്കിൽ പറയുന്നത്. പിന്നീട് പോളാറാമൻ പാപ്പ ഈ ദിവസത്തിൻ്റെ കണക്കിൽ പറയുന്നത് എടുത്തു കളഞ്ഞു. ഇപ്പോൾ നമ്മൾ ഭാഗിക ദണ്ഡവിമോചനം എന്നേ പറയുന്നുള്ളൂ. അപ്പം നമുക്കറിയത്തില്ല ഭാഗിക ദണ്ഡവിമോചനം സ്വീകരിക്കുമ്പോൾ എത്രത്തോളം അളവിൽ നമ്മുടെ ദണ്ഡനം മോചിച്ച് കിട്ടി എന്നുള്ളത് നമുക്കറിയില്ല. അത് മരിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും. ഇനിയാണ് നമ്മൾ ദണ്ഡവിമോചനത്തെക്കുറിച്ചുള്ള 7 മിത്തുകൾ. 1, ദണ്ഡവിമോചനം എന്നാൽ പാപമോചനം എന്നല്ല. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ, ആ പാപങ്ങളുടെ കടങ്ങളുടെ മോചനം മാത്രമാണ് ദണ്ഡവിമോചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കുമ്പസാരത്തിൽ കുമ്പസാരിച്ച പാപങ്ങൾക്ക് മാത്രമേ ദണ്ഡവിമോചനം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റുപറയാത്ത പാപങ്ങൾക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതല്ല. 3മതായിട്ട് ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളത്. അല്ല, പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മാർപ്പാപ്പയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പം കരുണയുടെ വർഷം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വർഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800ാമത്തെ വാർഷികമാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ഈ ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ എന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ ദിവസവും പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും എല്ലാ ദിവസവും നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പ്രാർത്ഥനകൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ളത് ചൊല്ലിയാലും ചെയ്താലും മതി എന്നുള്ളതാണ്. 4മതായിട്ട്
ഭാഗ്യദണ്ഡ വിമോചന പ്രാർത്ഥനകൾ കുറച്ച് ഞാൻ പറയാം. നമ്മളിപ്പം വെഞ്ചരിച്ച വെള്ളം തൊട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമീൻ എന്ന് പറഞ്ഞാൽ 300 ദിവസത്തെ ദണ്ഡ വിമോചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എന്നിട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തി ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ 100 ദിവസത്തെ ദണ്ഡ വിമോചനം. ഉത്തരീയം ചുംബിച്ചാൽ ഓരോ തവണ ചുംബിക്കുമ്പോഴും 300 ദിവസത്തെ ദണ്ഡ വിമോചനം. വൈദികൻ പരിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത്, ദിവ്യബലി മധ്യേ ഉയർത്തുന്ന സമയത്ത് തിരുവോസ്തിയിൽ നോക്കി എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഒരു തവണ പറയുമ്പോൾ 7 വർഷത്തെ ദണ്ഡ വിമോചനം. അതുപോലെ അരമണിക്കൂർ ദിവ്യകരണ സന്നദ്ധയിൽ ഇരുന്നാൽ ഭാഗ്യദണ്ഡ വിമോചനം. എത്രയും ദയുള്ള മാതാവ് ചൊല്ലിയാൽ ഭാഗ്യദണ്ഡ വിമോചനമുണ്ട്. ഈശോ മറിയ അവസ്ഥയപ്പേ എന്ന് ചൊല്ലിയാലുണ്ട്. ഈശോ എന്നുള്ളത് 500 തവണ സംതിങ് പറഞ്ഞാൽ ഭാഗ്യദണ്ഡ വിമോചനമുണ്ട്. അതുപോലെ പിതാവിനും പുത്രനും വെറുതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 100 ദിവസത്തെ ദണ്ഡ വിമോചനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ദണ്ഡ വിമോചനം ലഭിക്കണമെന്നില്ല. ഇത് ക്ലെയിം ചെയ്യണം. അതാണ് 4ാമത്തെ പോയിൻ്റ്. നമ്മൾ എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ ദണ്ഡ വിമോചനം നമ്മൾക്ക് ലഭിക്കണമെന്ന് ഇല്ല. നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. അതായത് ഈശോയെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ തമ്പുരാനെ ഇന്ന് ഞാൻ ചൊല്ലിയ പ്രാർത്ഥനകൾ വഴിയും പ്രവൃത്തികൾ വഴിയും എനിക്ക് ലഭിക്കേണ്ട ദണ്ഡ വിമോചനങ്ങൾ അങ്ങ് എനിക്ക് വാങ്ങി തരണമേ, അങ്ങ് എനിക്ക് നൽകണമേ എന്ന് മാതാവിനോടോ അല്ലെങ്കിൽ ഈശോയോടോ നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ബോധപൂർവം ഇപ്പോൾ തിരുവോസ്തി ഉയർത്തുമ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് നമ്മൾ ചൊല്ലുന്നു, തിരുവോസ്തി വൈദികൻ താഴെ വെക്കുന്നത് വരെ. അപ്പോൾ ഒരു 7 തവണ ചൊല്ലിയാൽ എന്തായി? 49 വർഷത്തെ ദണ്ഡ വിമോചനം നമുക്ക് ലഭിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ലഭ്യമാകുന്ന എല്ലാ ദണ്ഡ വിമോചനങ്ങളും എനിക്ക് നീ നേടിത്തരണമേ എന്ന്. ഇത് നമ്മൾ ക്ലെയിം ചെയ്യണം. പള്ളിയിലോട്ട് കയറുമ്പോൾ വെഞ്ചരിച്ച വെള്ളത്തിൽ തൊട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ, ഈശോയ്ക്ക് ദണ്ഡ വിമോചനം തരണമേ എന്ന് ക്ലെയിം ചെയ്യണം. അത് ക്ലെയിം ചെയ്യണമെന്ന് പറയാൻ കാരണം ദൈവവചനം അങ്ങനെ തന്നെയാണ്. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ അത് ഭക്ഷണമാണ്. ഇത് ഭക്ഷണമാണ് ദൈവവചനം വായിക്കുമ്പോൾ. പക്ഷേ നമുക്ക് ബ്ലെസ്സിങ് കിട്ടണമെങ്കിൽ പെർട്ടിക്കുലർ ഏരിയയിൽ ജോലി തടസ്സം മാറാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ, മക്കളുണ്ടാവാൻ, രോഗം മാറാൻ, ബന്ധനം മാറാൻ, ഇത് വായിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ഇതാണ് പല കത്തോലിക്കരും ചെയ്യാത്തത്. ഇത് ക്ലെയിം ചെയ്യുന്നൊരു കൂട്ടരുണ്ട്, അതാണ് പെന്തക്കോസ്തക്കാർ. അവരെ നമ്മൾ കേട്ടിട്ടില്ലേ? കർത്താവേ യോഹന്നാൻ 14:14 വചനത്താൽ ഈ വചനം നിറവേറുന്നതിന് പ്രാർത്ഥിക്കുന്നു, ഈ വചനത്തിൻ്റെ അഭിഷേകം കുടുംബത്തിൽ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ വചനം ക്ലെയിം ചെയ്യുമ്പോഴാണ് ഈ വചനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവെ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് പറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവം നമ്മുടെ ടെറിട്ടറി വിസ്തൃതമാക്കുന്നത്. എന്നാൽ നമ്മൾ വചനം വായിക്കുകയാണ്, ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് പറഞ്ഞ വചനം വായിച്ചു പോകുമ്പോൾ ഈ ബ്ലെസ്സിങ് നമുക്ക്, ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ല, ബ്ലെസ്സിങ്. പകരം ഇത് വചനം ഒരു ഭക്ഷണമായിട്ട് മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് വചനം പോലും നമ്മൾ ക്ലെയിം ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നത്. അത് ഈശോയും പറയുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ക്ലെയിം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ദണ്ഡ വിമോചനവും. എല്ലാ ദിവസവും ഈ ഭാഗിക ദണ്ഡ വിമോചനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, സോ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നല്ല. അത് ഞാൻ ക്ലെയിം ചെയ്ത് തമ്പുരാനിൽ നിന്ന് വാങ്ങിക്കണം. ദൈവവചനവും ഇങ്ങനെ തന്നെയാണ്. ഈ ദൈവവചനത്തിൻ്റെ കാര്യം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെ നമ്മളൊന്ന് ചെയ്ത് നോക്കൂ. വചനം ഓരോ ഇഷ്യൂസ് വരുമ്പോഴും ഉള്ള വചനങ്ങൾ ഏറ്റെടുത്തിട്ട് ഇത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവെ ഇന്ന വചനത്തിൽ ഇന്ന അധ്യായത്തിൽ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പ്രകാരം അത് വിശ്വസിച്ച് ഞാൻ ചോദിക്കുന്നു, എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണമേ. ഞാൻ ഈ ഒരു സെറ്റപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും യോഹന്നാൻ 14:14 വചനം ഉപയോഗിച്ച് മാത്രം ഞാൻ നേടിയെടുത്തിട്ട്, അല്ലെങ്കിൽ ഈശോ എനിക്ക് തന്നിട്ടുള്ളതാണ് ഇതെല്ലാം. യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ചെയ്ത് തന്നേക്കാം എന്നല്ല, ചെയ്ത് തരും എന്നാണ് ഈശോ പറഞ്ഞുള്ളത്. അപ്പോൾ ഞാൻ പറയും, കർത്താവെ യോഹന്നാൻ 14:14 തിരുവചനത്തിൽ അങ്ങ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ നീ ഇത് ചെയ്തു തരുമെന്ന്. അതുകൊണ്ട് നിൻ്റെ നാമത്തിൽ ഞാൻ കർത്താവെ ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അത് കണക്റ്റഡായിട്ട് മറ്റൊരു വചനം പറയും, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ കർത്താവെ, നീ ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ കർത്താവ് യോഹന്നാൻ 14:14 വചനത്തിൻ്റെ ശക്തിയാൽ ഞാനിത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഉടനെ ഇത് ലഭിച്ചതായിട്ട് ഭാവനയിൽ കാണുന്നു.
കണ്ടു കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുന്നു, കർത്താവെ അങ്ങ് ഇത് ചെയ്ത് തന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈശോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്നതിന് മുൻപ് കർത്താവ് പറയാണ്, പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഭാവനയിൽ കണ്ട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശോ ഇത് ചെയ്ത് തരാതിരിക്കാൻ ആർത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ക്ലെയിം ചെയ്യണം, ഇത് നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്നില്ല. നമ്മൾ വചനം വായിച്ചു പോകുന്നേ ഉള്ളൂ. പിന്നീട് നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ പള്ളിയിൽ പോകുമ്പോഴോ കുടുംബ പ്രാർത്ഥന സമയത്തോ അല്ലെങ്കിൽ വല്ലപ്പോഴും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴോ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യണത്. ഈശോയെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഈശോ ഇങ്ങനെയാണ്. ഓക്കെ, നീ നിൻ്റെ വിഷമം പറഞ്ഞു, നിനക്കിനി ഇത് പരിഹരിക്കപ്പെടണ്ടേ? അതിന് തമ്പുരാൻ്റെ ഉച്ചരിച്ച, ഈശോ ഉച്ചരിച്ച, കർത്താവ് ഉച്ചരിച്ച അതേ വചനം നീ ഉച്ചരിക്കുമ്പോൾ ഇത് നിൻ്റെ മുറിയിൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. നിനക്ക് അനുഗ്രഹം ലഭിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ അന്തരീക്ഷത്തിലെ ദുഷ്ടാരൂപികളെയും ഈ വചനം വെട്ടുന്നു. അപ്പോഴും നമുക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വചനം ക്ലെയിം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അഞ്ചാമതായിട്ടുള്ള ഒരു മിത്തെന്ന് പറഞ്ഞാൽ, ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓരോ മാരകപാപത്തിനും നമ്മൾ ഓരോ തവണ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കണം എന്നുള്ളത്. അത് തെറ്റാണ്. എന്താണ് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന വാക്കിൻ്റെ അർത്ഥം? ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുമുള്ള പൂർണ്ണമായ ദണ്ഡനത്തിൽ നിന്നുള്ള മോചനമാണ്. അതിനർത്ഥം നീ ജീവിതകാലം മുഴുവൻ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും, ഏത് മാരകപാപം ആയിക്കൊള്ളട്ടെ, നീ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് നീ പൂർണ്ണ ദണ്ഡവിമോചനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അതുവരെ ചെയ്ത സകല പാപങ്ങളുടെയും കടങ്ങൾ ദൈവം ഇളവ് ചെയ്ത് തന്നു കഴിഞ്ഞു. അല്ലാതെ ഓരോ മാരകപാപത്തിനും നമ്മൾ ഓരോ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പൂർണ്ണ ദണ്ഡവിമോചനം മതി സകല പാപകടങ്ങളുടെയും ഇളവിന്. ഇങ്ങനെയാണ് കാര്യം. നിങ്ങൾ എവിടെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താലും ഇത് തന്നെയാണ്. പിന്നെ ആറാമതായിട്ട് ഉള്ള കാര്യം, അതാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്. അതായത് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം പോരാ എന്ന് ചിലർ പറയുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം ഇതാണ്. അതായത് ആറാമത്തെ കാര്യം, പൂർണ്ണ ദണ്ഡവിമോചനം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം അനുതാപത്തോടുകൂടെ ലഘുപാപങ്ങൾ പോലും ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ. വിശുദ്ധ ഫിലിപ്പ് നേരി, അദ്ദേഹം ഒരു ദർശനം കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വന്നു. 100ഓളം ആൾക്കാരുണ്ട്. പൂർണ്ണ ദണ്ഡവിമോചന പ്രാർത്ഥനയിലൊക്കെ ചൊല്ലി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു. പക്ഷേ 1, 2, 3 പേർക്ക്, ഫിലിപ്പ് നേരിക്ക് അടക്കം 1, 2, 3 പേർക്ക് ദൈവം പൂർണ്ണ ദണ്ഡവിമോചനം നൽകിയുള്ളൂ എന്നുള്ളത് ഈ വിശുദ്ധൻ ദർശനത്തിൽ കണ്ടു. ആ പള്ളിയിൽ വന്ന എല്ലാവരും ഇതേ പ്രാർത്ഥനയൊക്കെ ചൊല്ലി. പക്ഷെ അവർക്ക് ആർക്കും ഇത് ലഭിച്ചില്ല. അവരുടെ അനുതാപത്തിൻ്റെ അളവ് പോരാ, അല്ലെങ്കിൽ ചില ലഘുപാപങ്ങൾ അവർ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് എല്ലാവർക്കും ലഭിക്കത്തില്ല എന്ന് പറയുന്നത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചിലർ പറയുന്നത് ഒരു മാരകപാപത്തിന് ഒരു ദണ്ഡവിമോചനം പോരാ എന്നുള്ളത്. ഒരു ദണ്ഡവിമോചനം മതി, പക്ഷേ നമ്മുടെ അനുതാപവും നമ്മുടെ കുമ്പസാരമൊക്കെ കറക്റ്റായിരിക്കണം എന്ന് മാത്രം. ഏഴാമതായിട്ട്, അതാണ് ഇതിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്ത് പറയേണ്ടത്, ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഇന്ന് നിങ്ങൾ സ്വീകരിച്ചെന്ന് വിചാരിക്കുക, കഴിഞ്ഞു, ഇനി ജീവിതത്തിലെ സകല ബാധ്യതകളും കഴിഞ്ഞു എന്ന് പറയണത് പോലെയല്ല. ഇത് നമ്മുടെ ലൈഫ് ലോങ് ഇതൊരു ഹാബിറ്റായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓരോ തവണയും എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സാറ്റർഡേയ്സിലാണ് നിങ്ങൾ കുമ്പസാരിക്കുന്നതെങ്കിൽ, ആ സാറ്റർഡേ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പൂർണ്ണ ദണ്ഡവിമോചനം വാങ്ങിക്കുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എപ്പോഴാണ് ലഭിക്കണത് ആ സമയത്ത് ദൈവം നമുക്ക് തരുമെന്നുള്ളത്. ഇത് നിർത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഭാഗിക ദണ്ഡവിമോചന പ്രാർത്ഥന നമുക്ക് എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ്. മാരകഭാവത്തിലല്ലാത്ത സിറ്റുവേഷൻസിലെല്ലാം കുഞ്ഞു പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാവുന്നതാണ്. അത് നമ്മൾ ഓരോ ജപമാലയുടെയും രഹസ്യത്തിന് ശേഷം നമ്മൾ ചൊല്ലാറില്ലേ, ഓ എൻ്റെ ഈശോയെ നരകാഗ്നിയെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞതുപോലെയുള്ള കുഞ്ഞു സുഹൃത ജപം പോലെ ഈ പ്രാർത്ഥനകൾ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത് ചൊല്ലാം. അപ്പോൾ എത്ര എണ്ണം ചൊല്ലി നമുക്കറിയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും രാത്രി കിടക്കാൻ മുമ്പ് തമ്പുരാനോട് പറയാം, കർത്താവേ ഇന്ന് ഞാൻ ചൊല്ലിയ ദണ്ഡവിമോചന പ്രാർത്ഥനകൾ വഴി എനിക്ക് ലഭിക്കാവുന്ന എല്ലാ ദണ്ഡവിമോചനങ്ങളും നീ തരണമേ, എൻ്റെ പാവക്കടങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്നുള്ളത്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ പൂർണ്ണ ദണ്ഡവിമോചനം നമ്മൾ സ്വീകരിക്കണം. അത്രയും ഒരുക്കത്തോടു കൂടെ ചെയ്താലാണ് നമുക്കിത് ലഭിക്കുക. അതൊരിക്കൽ ലഭിച്ചു എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളൊരിക്കലും ചെയ്യാതിരിക്കരുത്. എല്ലാ കൺഫ്യൂഷന് ശേഷവും നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്ന പുസ്തകം ഉടനെ ഇറങ്ങും. അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി നടന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദണ്ഡവിമോചനമൊക്കെ സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് പലരും ശുദ്ധീകരണ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടത് എന്നുള്ള സംഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള
അനുഭവ കഥകൾ അതിലുണ്ട്. സോ പുസ്തകം ഉടനെ ഇറങ്ങും, ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിക്കാം. സോ ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയുള്ള 7 മിത്തുകൾ. ഇപ്പോൾ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ, ഗ്രാസിയ പ്ലേന, ഡോമിനസ് തേക്കും, ബെനഡിക്താ ഇൻ മൊളിയരിബൂസ്, എത് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസൂസ്, സാങ്ക്താ മരിയ, മാതർ ദൈ, ഓരാ പ്രോ നോബിസ്, പെക്കാത്തോരിബൂസ് നുങ്കേ തിന്നോര, മോർത്തിസ് നോസ്ത്രയാമേ, വിവ ക്രിസ്റ്റോറെ.